ഏഷ്യൻ ഫുട്ബോളിന്റെ ശക്തി പ്രഖ്യാപനത്തിന്റെ മകുടോദാഹരണമാണ് സമുറായികളുടെ ഈ വളർച്ച എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും എഴുതിത്തള്ളാൻ പറ്റില്ല. അത്രമാത്രം മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ജപ്പാൻ ഫുട്ബോളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാന്റെ പടയോട്ടത്തിന് മുന്നിൽ വീണു പോയവർ ചെറുതൊന്നുമല്ല. ഇന്നത്തെ ദിവസം തന്നെ നോക്കൂ, ചാമ്പ്യന്മാരാകുമെന്ന പല വമ്പന്മാരും വിധിയെഴുതി പ്രവചിച്ച ഹോളണ്ടിനെ ജപ്പാൻ 2 ഗോൾ സമനിലയിൽ തളച്ചിരിക്കുന്നു. ഉയരം കുറഞ്ഞവരായതുകൊണ്ട് ഏരിയൽ ബോളുകൾക്ക് ജപ്പാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ള ഹോളണ്ടിനെ ഹെഡർ ഗോളുകളിലൂടെ ഏരിയൽ ബാറ്റിൽ തീർത്ത് സമനില നേടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ജപ്പാന്റെ പടയോട്ടത്തിന് മുമ്പിൽ വീണുപോയ വമ്പന്മാർ ഒരുപാടുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കണം, 2019 ശേഷം ഒരൊറ്റ യൂറോപ്യൻ രാജ്യം പോലും ജപ്പാനെ പരാജയപ്പെടുത്തിയിട്ടില്ല. ജപ്പാന്റെ പടയോട്ടത്തിന് മുന്നിൽ ജർമ്മനി വീണു. ജർമ്മനി 2 തവണ, അത് 4-1 എന്ന സ്കോർ ലൈനിൽ ജപ്പാനോട്ട് ജർമ്മനി പരാജയപ്പെട്ടു. ബ്രസീൽ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഒരു ഏഷ്യൻ രാജ്യം ആദ്യമായിട്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നു, അതും ജപ്പാനാണ്. നെതർലൻഡ്സ്, സ്പെയിൻ, അങ്ങനെ ജപ്പാന്റെ പടയോട്ടത്തിന് മുന്നിൽ തകർന്നു വീണ കൊത്തങ്ങളുടെ എണ്ണം ഒരുപാട് വലുതാണ്. 30 വർഷത്തെ പ്രതികാരമാണ് ജപ്പാന്റെ പരിശീലകനായിട്ടുള്ള മൊരിയാസു ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഹജിമെ മൊരിയാസു 2019 ജപ്പാന്റെ പരിശീലകനായി സ്ഥാനമേൽക്കുകയായിരുന്നു. 2019 2017 മൊരിയാസു ജപ്പാന്റെ പരിശീലകനായി സ്ഥാനമേറ്റതിനു ശേഷം ആർക്കും ജപ്പാനെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അയാളുടെ കീഴിൽ 105 മത്സരങ്ങളാണ് ജപ്പാൻ കളിച്ചിട്ടുള്ളത്. ആ 105 മത്സരങ്ങളിൽ 72 എണ്ണം വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹജിമെ മൊരിയാസു എന്ന പരിശീലകൻ ജപ്പാനീസ് ഫുട്ബോളിൽ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 30 വർഷങ്ങൾക്ക് മുമ്പ് മൊരിയാസു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അയാളോട് ചോദിച്ചത്, ജാപ്പനീസുകാർക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയുമോ, നിങ്ങൾക്ക് ഫുട്ബോൾ അറിയുമോ എന്നാണ്. അതേ മൊരിയാസു അന്നേറ്റ അവഗണനയുടെയും പുച്ഛത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും അഗ്നിയെ തൻ്റെ ഉള്ളിലിട്ട് നീറ്റി ആളെ കത്തിച്ചൊരു വൻ അഗ്നിപർവ്വതം പോലെയാക്കി ആ അഗ്നിപർവ്വതത്തിൻ്റെ പ്രഭയിൽ നിന്ന് യൂറോപ്യൻ ഫുട്ബോൾ കത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ജപ്പാൻ ലോകകപ്പ് വിജയിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഹോളണ്ടിനെ പിടിച്ചു കിട്ടിയത് 3 ജാപ്പനീസ് താരങ്ങളില്ലാതെയാണ്. ജപ്പാൻ്റെ 3 ആ ഒരു കീ പ്ലേയേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കിരീടം നേടാൻ പോലും ജപ്പാന് കഴിയുമായിരിക്കും. ജപ്പാന് കഴിയട്ടെ. ഏഷ്യൻ ഫുട്ബോളിൻ്റെ ശക്തി പ്രഖ്യാപനം ജപ്പാനിലൂടെ കഴിയട്ടെ. ഏതായാലും മൊരിയാസോ 30 വർഷം മുമ്പ് ഒഴുക്കിയ കണ്ണീർ, ആ കണ്ണീര് കൊണ്ട് ഇന്ന് അയാൾ യൂറോപ്യന്മാരെ അരിഞ്ഞു വീഴ്ത്തുന്നു. മൊരിയാസു ജപ്പാന്റെ ഭാഗതയെ മാറ്റിയ പരിശീലകൻ.